ജാതി വ്യവസ്ഥയെ തുടർന്ന് പ്രണയബന്ധത്തെ എതിർത്ത പെൺകുട്ടിയുടെ ബന്ധുക്കൾ 20-കാരനെ കൊലപ്പെടുത്തി. യുവാവിന്റെ സംസ്കാര ചടങ്ങിൽ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി താൻ ഇനി കാമുകന്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പ്രഖ്യാപിച്ച പെൺകുട്ടി. കാമുകന്റെ ശവസംസ്കാര ചടങ്ങിനിടെ സ്വയം സിന്ദൂരം ചാർത്തി അയാളെ വിവാഹം കഴിച്ചതായി പ്രഖ്യാപിച്ചു കാമുകി. ഇനിയുള്ള കാലം യുവാവിന്റെ ഭാര്യയായി അയാളുടെ വീട്ടിൽ കഴിയുമെന്ന് ആഞ്ചൽ പറഞ്ഞു. ജാതി മാറി പ്രണയിച്ചതിന് വ്യാഴാഴ്ചയാണ് ആഞ്ചലിന്റെ വീട്ടുകാർ സാക്ഷ്യം ഡേറ്റ് എന്ന 20-കാരനെ കൊലപ്പെടുത്തിയത്. മഹാരാഷ്ട്രയിലെ നന്ദേഡിലാണ് സംഭവം നടന്നത്. ആഞ്ചലിന്റെ സഹോദരിമാരും പിതാവും ചേർന്നാണ് യുവാവിനെ കൊലപ്പെടുത്തിയത്. ഇരുവരുടെയും ബന്ധത്തെ എതിർത്ത ഇവർ യുവാവിനെ മർദ്ദിച്ച് അവശനാക്കുകയും കല്ലുകൊണ്ട് തലയ്ക്കടിക്കുകയും ഇയാൾക്ക് നേരെ വെടിവെക്കുകയും ചെയ്തു. തന്റെ സഹോദരന്മാരെ കാണാൻ പതിവായി വീട്ടിൽ വരാറുണ്ടായിരുന്ന സാക്ഷ്യം ഡേറ്റുമായി 3 വർഷങ്ങൾക്ക് മുൻപാണ് ആഞ്ചൽ അടുപ്പത്തിലായത്. ഇതറിഞ്ഞ യുവതിയുടെ കുടുംബം ജാതി വ്യത്യാസം പറഞ്ഞ് ബന്ധത്തെ എതിർത്തെങ്കിലും ഇരുവരും പിന്മാറാൻ തയ്യാറായില്ല. ഇരുവരും വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായതോടെയാണ് വ്യാഴാഴ്ച യുവതിയുടെ വീട്ടുകാർ സാക്ഷ്യം ഡേറ്റിനെ കൊലപ്പെടുത്തിയത്. യുവാവിന്റെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്നതിനിടെ യുവതി അയാളുടെ വീട്ടിലെത്തുകയായിരുന്നു. സാക്ഷ്യം ഡേറ്റിന്റെ മൃതദേഹത്തെ വിവാഹം ചെയ്തതായി പ്രഖ്യാപിച്ച യുവതി കൊലപാതകം നടത്തിയവർക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. സാക്ഷ്യമിന്റെ മരണത്തിലും ഞങ്ങളുടെ പ്രണയം വിജയിച്ചു. എന്റെ അച്ഛനും സഹോദരന്മാരും തോറ്റു, ആഞ്ചൽ പറഞ്ഞു. സംഭവത്തിൽ 6 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.